ചേട്ടാ ഡെയറി മിൽക്കിന്റെ സിൽക്ക് നട്ടി ബബിള് പിന്നെ മറ്റേ വാലന്റൈൻസ് ഡേ എഡിഷൻ എല്ലാ സാധനങ്ങളും എടുത്തു, ഒന്നും ബാക്കി വെക്കണ്ട, ഒക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ ഡെയറി മിൽക്കും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. ഇന്ന് പ്രേമിക്കാനായിട്ട് നടക്കുന്ന ഒരാൾക്കും ഡെയറി മിൽക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. എന്താല്ലേ പ്രായമായി തന്തോയി പോയി. അപ്പോൾ പേടിക്കേണ്ട, ആർക്കും കിട്ടൂല, ഒക്കെ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ഈ സാധനം കൊണ്ടുപോയിട്ടുള്ള പരിപാടിയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇനി കൊണ്ടിട്ട കുറച്ച് കടകളൂടി, അപ്പോൾ അവിടെ നിന്ന് കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ കൃതാർത്ഥനായി. ബാക്കി പരിപാടികൾ പിന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ സാധനം കുറച്ചുകൂടി വാങ്ങിച്ചിട്ട് നമ്മൾ പോവാണ്. അങ്ങനെ എല്ലാ കടകളിൽ നിന്നുള്ള ഡെയറി മിൽക്ക് നമ്മൾ എടുത്തു കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ ഡെയറി മിൽക്കും നമ്മളിത് വാങ്ങി നമ്മുടെ ഹർബാലിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവനെ നമുക്ക് മൊത്തത്തിലൊരു ടേബിളും ഒന്ന് നിരത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിച്ച മുഴുവൻ ഡെയറി മിൽക്കും നമ്മുടെ ടേബിളുമേക്ക് നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ലോകമെമ്പാടുമുള്ള എല്ലാ പ്രണയിതാക്കൾക്കും, പ്രണയിക്കുന്നവർക്കും, പ്രണയം ആഗ്രഹിക്കുന്നവർക്കും, എന്താ പറയുക, ഇനി ഭാവിയിൽ പ്രണയിക്കാൻ പോകുന്നവർക്കും ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ ആശംസകൾ നേരാണ്. അപ്പോൾ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക, നമ്മൾ പ്രണയത്തിന് എതിരൊന്നുമല്ല കേട്ടോ. പ്രണയം എന്നും സുന്ദരമാണ്, വളരെ എന്താ പറയുക, റൊമാൻറ്റിക് ആണ്, കാവ്യാത്മികമാണ്. പക്ഷേ ഇത്രയും വിലയുള്ള ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കടയിലുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പ്രവീണേ, നീ എന്താ വരാത്ത, നീയും കൂടി വാങ്ങണേ. അപ്പൊ പ്രവീൺ വെച്ചാനേ, അപ്പൊ നമ്മൾ നേരത്തെ വെച്ചാണ് ചോക്ലേറ്റ് ഒക്കെ കണ്ടില്ലേ. അപ്പൊ എല്ലാ വർഷവും നമ്മൾ വാങ്ങണ പോലെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സാധാരണ ചോക്ലേറ്റ്സിൽ ഏറ്റവും ബെറ്റർ ഡെയറി മിൽക്ക് ആണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് അതിലും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ വാലന്റൈൻസ് ഡേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാണല്ലോ താരം. അപ്പോൾ അതിൽ മെയിൻ ആളാണ് നമ്മളുടെ ഈ കാണുന്ന, ഇതിന്റെ പേര് മാറ്റാടാ, സ്പെഷ്യൽ എന്നാക്കിയല്ല, ഹാർട്ട് ബ്ലഷ്, അതായത് ഹാർട്ട് പോപ്പ് എഡിഷനാ. ഈ സാധനമാണ് ഡിമാൻഡ്. ഇത് എന്താ പുള്ളി ചെയ്തിട്ട് മറ്റേ മെസ്സേജ് ഒക്കെ എഴുതുന്ന സാധനം. ഇതിനെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടാവോ? പെട്ടി മാറിയിട്ടുണ്ടെന്ന് തോന്നല്ലേ? പെട്ടിയുടെ ഫ്രണ്ട് ഡിസൈൻ മാത്രം മാറിയിട്ടുണ്ട്, വേറെ ഒന്നും മാറിയിട്ടില്ല. ഇല്ല. അപ്പോൾ സാധനം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സെറ്റപ്പ് തന്നെ ആയിരിക്കുള്ളൂ, വലിയ വ്യത്യാസം. എന്താണ് ഇത് ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്ഥലമല്ലേ? ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്ഥലം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീറിക്കഴിഞ്ഞാൽ സെയിം സാധനം, ഒരു വ്യത്യാസമില്ല. കവർ മാത്രം മാറ്റി ഇറക്കിക്കണം. കാരണം ഇത് അവരുടെ ഭയങ്കര വിജയമായിട്ടുള്ളൊരു സെറ്റപ്പാണ് അല്ലേ? അപ്പോൾ സാധാരണ പോലെ തന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ സാധനോ കണ്ട, ഇതാണ് വാലന്റൈൻസ് ഡേക്ക് ഏറ്റവും ഡിമാൻഡുള്ള സാധനം കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ എല്ലാ തവണ എല്ലാ ചോക്ലേറ്റ്സും കാണിച്ചു തരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തവണ അങ്ങനെ ലാഗാക്കുന്നില്ല. കാരണം ഇതിൽ എല്ലാ ചോക്ലേറ്റ്സും നമ്മൾ ഇതിന് മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇത്തവണ വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത് ഈ സാധനം കേട്ടോ. ഡെസേർട്ടിൻ്റെ ബ്രൗണിയൊക്കെ വരുന്നതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഇതിലാണെങ്കിൽ നമ്മുടെ പ്ലം കേക്ക് വരുന്നുണ്ട്. അങ്ങനെ 3-4 വെറൈറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വെറൈറ്റികൾ അവിടെ ഇരിക്കട്ടെ. എന്തായാലും വാലന്റൈൻസ് ഡേയുടെ അന്ന് സ്റ്റാർ വന്ന് തന്നെയാണ് അല്ലേ? അത് തന്നെ. ഒരു കടി അടിക്കണ്ട? കടിക്കണം. ഞാൻ കഴിച്ചോളാം. എടാ സാധനം കുത്തിയെടുക്കടാ. അപ്പോൾ പ്രേമിക്കുന്നവർക്ക് ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തോ. പക്ഷേ അതിൻ്റെ നടുക്കുള്ള ഹാർട്ട് വേറെ ആർക്കും കൊടുക്കരുത്. അത് നമ്മൾ തന്നെ കഴിക്കണം. അല്ല പിന്നെ കാര്യത്തിലേക്ക് കിടക്കാമല്ലോ ഇവരോട് കിടക്കാം. അപ്പോൾ സംഭവം വേറെ ഒന്നല്ല, ഇത്ര അധികം ചോക്ലേറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടില്ലേ, ഇത് വെച്ച് നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ്. എന്തായിട്ടും ഉണ്ടാക്കാൻ പോകുന്നേ? എനിക്കറിഞ്ഞൂടെ, നീയല്ലേ പറഞ്ഞത്? പറഞ്ഞു പഠിപ്പിച്ചായിരുന്നു, മറന്നുപോയതാണ്. അപ്പോൾ വേറെ നല്ല വെച്ചാൽ പറയാം, ഇത്രയും ഡയറി മിൽക്ക് വെച്ചിട്ട് നമ്മൾ ഇന്ന് ലോകത്ത് ആദ്യമായിട്ട് ആരും ചെയ്യാത്ത ഐറ്റം ഡയറി മിൽക്ക് പ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്.
പൊളിക്കാന്നാ. അപ്പൊ ഇത്ര അധികം ഡയറി മിൽക്ക് വെച്ചിട്ടാണ് നമ്മൾ ഡയറി മിൽക്ക് പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അധികം പറഞ്ഞിട്ടുണ്ട് പണിയിലേക്ക് വിട്ടാലോ? യെസ് മക്കളെ, പണി തുടങ്ങാം. ഇനി നമ്മുടെ ഡയറി മിൽക്ക് പ്രഥമനുള്ള ഡയറി മിൽക്ക് ഉരുക്കിയെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പൊ നമ്മള് ഡബിൾ ബോയിലിംഗ് മെത്തേഡൊക്കെ യൂസ് ചെയ്താണ് ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ ഉരുക്കുക. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സൺബാത്താണ്. അതായത് ഡയറി മിൽക്കിനെ സൂര്യന്റെ ചൂട് കൊള്ളിച്ച് നമ്മൾ ഇന്ന് ഉരുക്കിയെടുക്കാനായിട്ട് പോവാണ്. തൽക്കാലം വേസ്റ്റൊക്കെ നമ്മൾ താഴെയാണ് പിന്നെ എടുത്തിട്ട് പോവാട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പൊട്ടിച്ചിടുകയാണ്. അപ്പോൾ ഹാർഡ് ബ്ലഷിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ നമുക്ക്. ആയി ഇത് ചൂടൊക്കെ കൂടി കാരണം ഇത് ഉരുകി തുടങ്ങിയിട്ടുണ്ടാവും. കണ്ട, നമ്മൾ നേരത്തെ എടുത്തപ്പോൾ സംഭവം ഉരുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. കണ്ട ചൂടടിക്കുമ്പോൾ ഡയറി മിൽക്ക് ഉരുകുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ല, പ്രേമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ചൂടടിച്ച് കഴിഞ്ഞ് ഉരുകി പോകും. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള പ്രണയിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് പക്ഷേ ഡയറി മിൽക്ക് മാത്രം കൊടുക്കുക. കാരണം പൈസ കൊടുത്താൽ ഡയറി മിൽക്ക് കിട്ടും, പക്ഷേ നമ്മുടെ ഹാർട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഓരോ ചോക്ലേറ്റായിട്ട് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉരുകി തുടങ്ങിയ ചോക്ലേറ്റുകൾ നമ്മളിനി തട്ടിയിടതല്ലാതെ വേറെ വഴിയില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിനെ ചോക്ലേറ്റൊക്കെ പറഞ്ഞ നേരം കൊണ്ട് ഉരുകി വെള്ളമാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ ഉരുകിയ ചോക്ലേറ്റ് കഴിക്കാനാട്ടോ ടേസ്റ്റ്. ഓഹ്, ഇതെന്താ ആൽമണ്ടോ, ദൈവമേ എന്തോരം ചോക്ലേറ്റുകളാ. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസായിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. ഇതിങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ ഉള്ളിൽ കണ്ട ബ്രൗണി കണ്ട, ഇത് കണ്ട നമ്മുടെ ഷോർട്സ് പോലത്തെ സാധനമാണ് ഹേസൽ നട്ട്സ് ഒക്കെ ഉള്ളത്. വെയിലിൻ്റെ കാഠിന്യം നമ്മുടെ ഡയറി മിൽക്കിൽ കാണാം കേട്ടോ. നല്ല കട്ടിക്ക് ഇരിക്കേണ്ട ഡയറി മിൽക്കുകളെല്ലാം അലിഞ്ഞു തുടങ്ങി. നമ്മൾ ജെംസേ മൊത്തത്തിൽ ഒരുമിച്ചായിരിക്കും എന്ന് വിചാരിച്ചത്, പക്ഷേ ഇത് നോക്കി മൊത്തം കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സ് ആണ്. ഇതിപ്പോൾ നമ്മൾ ഇരുന്ന് പൊട്ടിക്കാനൊന്നും നടക്കൂല. അവസാനം നമുക്ക് അലങ്കാരത്തിന് വേണ്ടി എടുക്കാം ജെംസ്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ബാറുകളൊക്കെ നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ടപ്പോഴേക്കും അലിഞ്ഞു തുടങ്ങിയിട്ടാ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ജെംസ് ഉണ്ടായിരുന്നത് ഇതിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവസാനം കിട്ട ജെംസ് മുട്ടായികൾ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ട ചോക്ലേറ്റൊക്കെ ഇട്ടപ്പോഴേക്കും മൊത്തത്തിലൊരു ഇതെല്ലാം അലിഞ്ഞ് കണ്ടത്. ഹാർട്ട് പോപ്പ് ഡിഷിൻ്റെ ഹാർട്ടൊക്കെ ഇവിടെ അലിഞ്ഞ് നിൽക്കണ കാണാൻ പറ്റും. ഇനിയിപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ ചോക്ലേറ്റുകൾ പല പല ചോക്ലേറ്റുകളാണ്. അപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് മിക്സാക്കി എടുക്കാനായിട്ട് നല്ല രീതിക്ക് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാ ചോക്ലേറ്റും കൂടി വേറെ ലെവല് സാധനമായിട്ട് കിട്ടുന്നത് കേട്ടാ. ഫുൾ ക്രെഡിറ്റ്സ് ഗോസ് ടു സൂര്യൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബാറുകളൊക്കെ ഉരുകി ഒരുവിധം കണ്ട നല്ല രീതിക്ക് ഒരു മെൽറ്റഡ് ചോക്ലേറ്റിൻ്റെ പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ പണികൾ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഉരുളി ചൂടാക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ ചൂടായി വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ പ്രഥമൻ ഉണ്ടാക്കാനുള്ള പാല് നമ്മളിത് ഈ ഉരുളിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പാല് നമ്മളിത് ആദ്യമേ അങ്ങോട്ട് ഒഴിച്ച് വെച്ചേക്കാം കേട്ടോ. ഇനി നമ്മുടെ പാലിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ അടപ്രഥമനുള്ള അടയാണ് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി മെത്തേഡിലാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന അട ഇനി നമ്മളിത് നമ്മുടെ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ അട നേരെ പാലിലേക്ക് ഇട്ട് പതിയെ വെന്തു തന്നെ. അപ്പോൾ ഇനി നമ്മുടെ പാല് അടിയിൽ പിടിക്കാണ്ടിരിക്കാനും നമ്മുടെ അടയൊക്കെ നല്ല രീതിക്ക് സെറ്റായി വരാനും ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല വെയിലാണേ, അതങ്ങനെയാണ് ഏത് കുക്കിംഗ് എടുത്താലും നട്ടുച്ചയ്ക്ക് നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ പായസം ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയറി മിൽക്ക് നമ്മൾ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഉരുക്കിയ ഡയറി മിൽക്ക് എടുത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഡയറി മിൽക്ക് ഉരുക്കാൻ വെച്ചതേ കണ്ട നല്ല പരുവത്തിലേക്ക് ആയിട്ടുണ്ട് കണ്ട. ആയി ഇതാണ് നല്ല മെൽറ്റഡ് ഡയറി മിൽക്ക് ചോക്ലേറ്റ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ മെൽറ്റഡ് ചോക്ലേറ്റ് നമ്മുടെ ഡയറി മിൽക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ആവൂ എടാ ഇങ്ങനെ നടക്കി ഒഴുക്കി മൊത്തടിയിലേക്ക് പോയിട്ടാ. ഇത് മൊത്തം നമ്മൾ വടിച്ച് ഉള്ളിലേക്ക് ഒഴിക്കണം. അതേ മൊത്തത്തിൽ നമ്മൾ ഡയറി മിൽക്ക് അങ്ങോട്ട് വടിച്ച് ഇതിലേക്ക് ഒഴിച്ചിടണേ. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ചില്ലേ, ഇനി നമുക്ക് ഇവനെ ഇളക്കി
നേരെ നമ്മുടെ പായസത്തിൽ അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടാ. കണ്ട കളർ അങ്ങോട്ട് മാറി വന്നുണ്ട് പായസത്തിൻ്റെ. ഇത്ര നേരം വെളുത്ത കളറിലിരുന്ന പായസം ഇങ്ങനെ ഇപ്പോൾ ഒരു ബ്രൗൺ കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് മക്കളെ നല്ലോണം കുറുകി വരുന്ന സമയം. നമ്മളിനി ഇളക്ക് നിർത്താൻ പാടില്ല, ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കി നല്ലോണം കുറുക്കി നമ്മളുടെ പായസത്തിന് നല്ല പരുവപ്പെടുത്തി എടുക്കണം കേട്ടോ. ഇനി നല്ല പായസത്തിൻ്റെ ഡയറി മിൽക്ക് ചേർന്നൊരു മണം ഇട്ട് പോരുന്നേ. അങ്ങനെ നമ്മുടെ ഡയറി മിൽക്ക് അടപ്രഥമൻ ഇവിടെ നല്ലോണം കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു പരിസരത്ത് മൊത്തത്തിൽ ഒരു പ്രഥമനും ഡയറി മിൽക്കൊക്കെ ചേർന്നൊരു കൊതിപ്പിക്കുന്ന മണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഇവനെ അങ്ങനെ ഇറക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരട്ടെ. ഇനി ഇത് നമ്മുടെ പ്രഥമൻ ഇച്ചിരി കൂടി പവറാക്കാനായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് എടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. അങ്ങനെ നമ്മുടെ ഡയറി മിൽക്ക് പ്രഥമൻ ഇറക്കി വെക്കാറായിട്ട്. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വെച്ചൊക്കെയായിരുന്നു. പിന്നെ മുകളിലേക്ക് ഇനി ഇതേ കുറച്ച് ജെയിംസ് ഇട്ട് കൊടുക്കുക. ജെയിംസ് ഒക്കെ താഴെ തോന്നണം കേട്ടോ, ചൂടുണ്ടാവട്ടാ. പൊക്കിക്കോ. വെച്ചോ 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 വെച്ചോ. പിന്നെ എന്തേ നമ്മുടെ ഡയറി മിൽക്ക് പ്രഥമൻ നേരെ കപ്പിലേക്ക് പകർത്തണേ. പിന്നെ എന്തേ നമ്മുടെ പ്രഥമൻ കുറച്ച് ചാടിപ്പോയിട്ടുണ്ട് പുറത്തേക്ക്. ഗ്ലാസ്സിലേക്ക് നിറയ്ക്കാട്ടാ. അമ്പോ നല്ല മണം വന്നിട്ട് കേട്ടാ. അപ്പം ദേ അങ്ങനെ നമ്മുടെ 6 ഗ്ലാസ്സുകൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഒഴിച്ച് ഇനി ടേസ്റ്റിംഗ് ആണ് മക്കളെ. നമ്മളുടെ ഈ കാണുന്ന മുതൽ നമ്മൾ ഇനി രുചിച്ച് നോക്കാൻ പോവാണ്. ഇനിയിപ്പോൾ നമ്മുടെ പായസത്തിൽ കടിക്കാൻ കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ജംസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സംഭവം താഴേക്ക് മുങ്ങിപ്പോവും. അപ്പോൾ അവസാനം നമുക്ക് കടിക്കാൻ കിട്ടും. കണ്ട അങ്ങനെ മക്കളെ നമ്മളുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഡയറി മിൽക്ക് പ്രഥമൻ ഇവിടെ റെഡി ആയിക്കാണ്. അപ്പോൾ അതെ എടുത്ത് കയ്യിൽ പിടിച്ചോളൂ. ആയി പിടിക്കുക. പ്രവീണേ നീ ഇപ്പൊ കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാം. സംഭവം നല്ല ചൂടാൻ പായസടാ മോന്. ചീച്ചടിക്ക്. ഹാപ്പി വാലന്റൈൻസ് ഡേ. കുടിച്ചോ. ഒറ്റ വലി കൂടി ചേർത്താലോ. കൊള്ളാലേ. അടിപൊളി. ക്രിസ്പി തെറിച്ചോയിലടാ. പൊളി സാധനം. നട്ട്സ് അടിക്കുമ്പോ ചെറിയ ചൂടുണ്ട്. അണ്ടിപ്പരിപ്പിന് മുന്തിരിയുടെ രസം. ജെംസ് കിടന്ന് കളറുകളൊക്കെ നോക്കി ഞാൻ ചെട്ടിപ്പോയിട്ടാ. ഞാൻ കഴിച്ചില്ല. സംഭവം അടിപൊളി. അതിന്റെ ഇടയിൽ അടയൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ കുറച്ചേരം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അട കുറച്ച് താഴേക്ക് പോകും. അടിയിലെത്തുമ്പോൾ കറക്റ്റ് അടയൊക്കെ കിട്ടും. എല്ലാവർക്കും ഷുഗർ വരും ഉറപ്പാ. സെറ്റ്. ഇത് കുടിച്ചങ്ങോട്ട് ഫ്രഷ് അഭിപ്രായം കിട്ടാനുള്ളതാ. ഒറ്റ വഴി കുടിക്കും മൊത്തം. എനിക്കിഷ്ടായിട്ടാ. കുട്ടിക്ക് പ്രവീണേ ചേട്ടാ കുറച്ചും കൂടി നമ്മോന് ബാ ഇങ്ങോട്ട്. ഇന്ന് പറഞ്ഞ അവസരം എന്തേ പാലൊക്കെയാണ് ഡയറി മിൽക്കൊക്കെയാണ് ആവശ്യത്തിന് കുടിക്കാം. ദേടാ പ്രവീണേ അങ്ങോട്ട് കുട്ടിക്ക് അങ്ങോട്ട്. അടിയിൽ കുറച്ച് ജെയിംസ് ഊട്ടനുണ്ട്, അതുകൂടി കുടിക്കേ. കൊതിയൻ
പ്രവീൺ ഇസ് എ കോംപ്ലാൻ ബോയ്. കോംപ്ലാൻ അല്ലല്ല, ഡയറി മിൽക്ക് ബോയ്. എങ്ങനെയുണ്ട്? എടാ നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? അതാണ് നിങ്ങൾ പറയാ. ജെയിംസ് ഒക്കെ ഇറങ്ങില്ല. മധുരമുണ്ടോ? മധുരം നല്ല മധുരമുണ്ട്. ജെയിംസ് വായിൽ കുടുങ്ങി. കോപ്പ നമ്പർ തരും. കോപ്പ നമ്പർ വേണ്ട, ഇത് ഫ്രഷ് അടാ. അമ്പ തീർന്നടാ, തീർന്നു. അപ്പോൾ മക്കളെ, അങ്ങനെ ഒരു വാലന്റൈൻസ് ഡേ കൂടി കഴിഞ്ഞു പോവാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മനസ്സിനൊരു സുഖം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ലോകമെമ്പാടുമുള്ള പ്രണയിക്കുന്നവർക്കും പ്രണയം ആഗ്രഹിക്കുന്നവർക്കും പ്രണയത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ ദിനാശംസകൾ നേരാണ്. അപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തേക്കാം, പ്രണയം എന്നത് എപ്പോഴും എന്താ പറയുക സന്തോഷമുള്ളൊരു കാര്യമായിട്ടിരിക്കട്ടെ. അല്ലാതെ പ്രണയത്തിന് വേണ്ടി ആരെയും കൊല്ലാനും ചാവാനും ഒന്നും നിൽക്കരുത്. ഹാപ്പി ആയിട്ട് ജീവിക്കാം. അപ്പോൾ നല്ലൊരു വാലന്റൈൻസ് ഡേ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മക്കളെ, ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.